എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ കുട്ടിയുണ്ട്. നമുക്കെല്ലാവർക്കും ചൈൽഡ്ഹുഡ് ഉണ്ട്. നമ്മൾ ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ടാണ് ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. ലൈഫിലേക്ക് വന്നിട്ട് ഈ കോൺഫിഡൻസ് കുറവ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് ഇടപഴകാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനോ ഉള്ള ഒരു കോൺഫിഡൻസ് കുറവോ അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമുള്ള പോലെ സങ്കടമുള്ള പോലെ തോന്നുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിനൊരു ഉത്തരം ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നില്ല. എല്ലാവരുടെയും ജീവിതത്തിലുള്ള ആ ഒരു ചൈൽഡ്ഹുഡിൽ പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഒരു കുട്ടി അവൻ്റെ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാം. ഉത്സവത്തിന് അവിടെ കളിപ്പാട്ടങ്ങളുടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടാകും. അപ്പം ആ കുട്ടി അവിടെ ചെന്നൊരു കളിപ്പാട്ടം കണ്ടു, അവനത് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാനായിട്ട് അച്ഛനോട് ഒരുപാട് നിർബന്ധിച്ചു, വാശി പിടിച്ചു, കരഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ അന്ന് അദ്ദേഹത്തിന് അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ആ കുട്ടിക്കത് വളരെയധികം വിഷമമായി. ആ കുട്ടി പിന്നീട് പഠിച്ചു, വളർന്നു, ജോലി കിട്ടി. ആദ്യത്തെ ശമ്പളം വാങ്ങിയ ആ കുട്ടി ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് അന്ന് ആ ചെറുപ്പത്തിൽ അവൻ ആഗ്രഹിച്ച ആ കളിപ്പാട്ടം പോയി വാങ്ങി എന്നുള്ളതാണ്. അവൻ്റെ മനസ്സിൽ അപ്പം അത്രയും കാലം ആ കളിപ്പാട്ടം കിട്ടാത്തതിൻ്റെ ആ ഒരു സങ്കടം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ശമ്പളം കിട്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് ആ കളിപ്പാട്ടം അവൻ വാങ്ങി അവൻ സന്തോഷം കണ്ടെത്തി എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കും ചിലപ്പോൾ അനുഭവങ്ങളുണ്ടാവും. നമുക്ക് ചെറുപ്പത്തിൽ ചില ആഗ്രഹങ്ങളുണ്ടായിട്ട് അത് സാധിക്കാതെ മുതിർന്നു കഴിയുമ്പം നമുക്ക് അതിനുള്ള ഒരു കഴിവുണ്ടായി കഴിയുമ്പം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹം പിന്നീട് നമ്മൾ സാധിക്കാറുണ്ട്. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. അതായത് ചെറുപ്പത്തിൽ പല ആഗ്രഹങ്ങളോ പലതും ഒക്കെ ഉണ്ടായി, അതെല്ലാം ചിലത് നടക്കാത്തതും ആഗ്രഹിച്ചിട്ട് നടക്കാത്തതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇത് ഉള്ളിൽ കിടന്ന് അതൊരു വിഷമമായിട്ട് വരും. ആദ്യത്തെ കുട്ടി ഉണ്ടായി, അവരെ നമ്മൾ ഇപ്പോൾ ഭയങ്കര കെയറിങ് ആയിരിക്കും. ആദ്യത്തെ കുട്ടിയെ ഭയങ്കര കെയറിങ്, ഒരുപാട് സ്നേഹം കൊടുത്തു, എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ കുട്ടി ഉണ്ടാകും. അപ്പം രണ്ടാമത്തെ കുട്ടിയുടെ പ്രഗ്നൻസി പീരീഡിൽ ഈ ആദ്യത്തെ കുട്ടിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം അതിനെ അടുത്ത് വരുന്നതിനെ നിയന്ത്രിക്കുകയും ചുറ്റുപാടുമുള്ള ബന്ധുക്കളുണ്ട്. പുതിയ കുട്ടി വരുന്നുണ്ട്, പുതിയ കുഞ്ഞാവ് വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ നിന്നെ വേണ്ട, നിന്നെ കളയും എന്നൊക്കെ ഈ മൂത്ത കുട്ടിയോട് പറഞ്ഞ് നമ്മളത് തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് പലരും പറയുന്നത്. അന്നത്തെ ആ മൂത്ത കുട്ടിയുടെ ആ ഒരു ദേഷ്യവും ആ ഒരു ഇതും കാണാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടിയോട് പറയുന്നത്. പക്ഷെ ആ കുട്ടിക്ക് അത് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അന്നത്തെ കാലത്ത് ആരും ചിന്തിക്കാറില്ല, അതൊരു തമാശയായിട്ടെടുക്കും. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ അതൊരു വേദനയായിട്ട്, പുതിയ കുഞ്ഞാവ് വന്നാൽ എന്നെ ഇനി അമ്മ അച്ഛനെ ഉപേക്ഷിക്കും, പുതിയ കുഞ്ഞാവയോടായിരിക്കും സ്നേഹം, എന്നെ ഇനി സ്നേഹിക്കത്തില്ലേ എന്നുള്ള ചിന്തകളെല്ലാം ആ കുട്ടിയുടെ മനസ്സിൽ കടന്നുപോകും. അങ്ങനെ പുതിയ കുഞ്ഞാവ വന്നു, പ്രസവം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറി നിൽക്കേണ്ടി വരും സ്വന്തം വീട്ടിൽ നിന്ന്. രണ്ടാമത്തെ കുട്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, നഴ്സറിയിലോ സ്കൂളിലോ പോകുന്ന കുട്ടിയാണെങ്കിൽ അതിനെ ഗ്രാൻഡ് പേരൻസിൻ്റെ അവിടെ നിർത്തിയിട്ടായിരിക്കും പോവുക. അപ്പോൾ ആ കുട്ടിയുടെ വ്യൂ പോയിന്റിൽ ആ കുട്ടി എങ്ങനെയാണ് ആ സംഭവത്തെ കാണുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടി നോക്കുമ്പോൾ പുതിയ കുഞ്ഞാവ് വന്നു, പുതിയ കുഞ്ഞാവയായിട്ട് അച്ഛനും അമ്മയും പോയി, എന്നെ ഉപേക്ഷിച്ചു, എന്നെ ഇനി അവർക്ക് വേണ്ട, അവർക്ക് പുതിയ കുഞ്ഞാവയെ മതി, ഇനി അവർക്ക് പുതിയ കുഞ്ഞാവയോടാണ് സ്നേഹം. എത്രത്തോളം വിഷമം ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാവും എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിഷമം കുറച്ച് കഴിയുമ്പോൾ അത് ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടും കുട്ടി. പക്ഷേ എന്നിരുന്നാലും ആ കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു വിഷമം എന്ന് നിലനിൽക്കും. ആ വിഷമം അത് മുതിർന്നു വരുമ്പോഴും അതിൻ്റെ എഫക്റ്റ് അതിനെ സ്വന്തം സഹോദരിയോട് അനിയത്തിയോട് ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് തടസ്സമായിട്ട് വരും. അതിനോടൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു അകൽച്ചക്കുറവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം കാരണക്കാർ നമ്മളാണ്. കാരണം അതിനോട് തമാശയ്ക്ക് പറഞ്ഞു, പുതിയ കുഞ്ഞാവ് വരുമ്പോൾ അവർ നിന്നെ ഉപേക്ഷിക്കും, അവർക്ക് നിന്നെ വേണ്ടാന്ന് തമാശയ്ക്ക് കൂട്ടത്തിലുള്ള ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് അത്രയും വിഷമങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെ സത്യസന്ധമായിട്ടാണ് സ്വീകരിക്കുന്നത്. അത് തമാശയാണോ അല്ലെങ്കിൽ കളിയാക്കാനാണോ എന്നുള്ള ഒരു ചിന്തയൊന്നും ഒരിക്കലും ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വേദനകൾ നമുക്ക് ചൈൽഡ്ഹുഡിൽ കിടപ്പുണ്ടാവും. ഒരുപാട് വേദനകൾ നമുക്ക് ചൈൽഡ്ഹുഡിൽ
കിടപ്പുണ്ടാകും. ഈ ചൈൽഡ്ഹുഡിൽ കിടക്കുന്ന വേദനകൾ അതിനെ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന ഒരു തെറാപ്പിയുണ്ട്. ആ ഇന്നർ ചൈൽഡ് ഹീലിംഗ് തെറാപ്പിയിലൂടെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഏതെങ്കിലുമൊക്കെ വേദനകൾ, സങ്കടങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. രാജ്യം പോയ രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ വേദനയാണെന്നാണ് പറയുന്നത്. അപ്പം അന്ന് കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ മുതിർന്നവരെ സംബന്ധിച്ച് നിസ്സാരമാണ്, പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അത് വലുതാണ്. ആ വേദന അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലും കിടക്കുക. അപ്പം മുതിർന്നു വരുമ്പം അതിന് കോൺഫിഡൻസ് കുറവുണ്ടാകും. സമൂഹത്തിലെ പല കാര്യങ്ങളിൽ ഇടപെടാനും അതിൻ്റെ പഠിത്ത കാര്യങ്ങളിലായാലും ജോലിയിലായാലും എല്ലായിടത്തും ഇതിന് പലവിധ കോൺഫിഡൻറ്റ് കുറവുകൾ വരും. അതിന് ജീവിതത്തിൽ ഉയർച്ച നേരിടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ചെറുപ്പത്തിലുണ്ടായിരിക്കുന്ന പലവിധ വേദനകളും സംസാരിക്കുമ്പം മാറി നിൽക്കുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറുണ്ട് ഇല്ലേ? ആ മുതിർന്നവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് സംസാരിക്കണ്ട, നീ കുട്ടിയല്ലേ, മാറി നിൽക്കുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറുണ്ട്. അതിന് സംസാരിക്കാൻ ചിലപ്പോൾ അവസരങ്ങൾ കൊടുക്കാറില്ല. അതിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. കണ്ടോ, ആ കുട്ടിക്ക് കിട്ടിയ മാർഗ്ഗം കണ്ടോ, നിനക്ക് ബുദ്ധിയില്ല, നിനക്ക് കഴിവില്ല, കണ്ടോ അതിനെ കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞുള്ള ഈ ഇൻസൾട്ടിങ് ഓരോ കുട്ടികൾക്കും ഓരോ വ്യക്തികൾക്കും അവരുടേതായ കഴിവുകളാണ്. ഒരിക്കലും അത് മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. അവർ വ്യത്യസ്തമായ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കഴിവിനെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റൊരാളുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്ത് ഇൻസൾട്ട് ചെയ്യുമ്പം ആ കുട്ടിയുടെ മനസ്സത് വേദനിക്കുകയാണത്. ആ വേദന അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അത് വളർന്നു വരുമ്പോഴും അയ്യോ എനിക്ക് ഇനി ചെയ്യാനുള്ള കഴിവില്ലേ, ഞാൻ മറ്റുള്ളവരുടെ അത്രയും കഴിവുള്ളവരല്ലേ, എനിക്ക് സൗന്ദര്യമില്ലേ, എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ലേ എന്നും പറഞ്ഞ് അത് പിന്നോട്ട് ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർക്ക്, അതായത് കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കിടപ്പുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവർ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് തെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ അവർക്കുള്ള കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. അവർക്ക് കുറച്ചുകൂടി സന്തോഷം കിട്ടും. ആ ഉള്ളിലുള്ള ഒരു വിഷമങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ കിട്ടും. ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും.